taken out of the equation. Sandeep's ball in. Oh, chance! And they're back! They're not going anywhere, the Kerala Blasters! നമസ്കാരം. മറ്റൊരു ആവേശ പോരാട്ടത്തിന് കൂടിയാണ് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന്, അതായത് നമുക്കറിയാം കഴിഞ്ഞ ഒരു 8-ാം തീയതി ആയിരുന്നു വലിയ പരാജയം മുംബൈ സിറ്റി FC-യോട് നേരിടേണ്ടി വന്നത്. അന്ന് വലിയ കയ്യാങ്കളിയൊക്കെ നേരിട്ടത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അതിന് പിന്നാലെ വീണ്ടും നമ്മുടെ സ്വന്തം തട്ടകത്തിലേക്ക് മുംബൈ സിറ്റി FC എത്തുന്നു. ഒപ്പം തന്നെ ലൂണ ഇല്ല എന്നുള്ള ഒരു അഭാവം ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാം തന്നെ കടലാസിലായാൽ തന്നെ പോലും എല്ലാം ബ്ലാസ്റ്റേഴ്സിന് അനുകൂലം തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മത്സരം തീപാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂടാതെ ഈ മത്സരത്തിൽ നാളെ ക്രിസ്മസ് ആണ്. ഈ ക്രിസ്മസ് ദിനത്തിൽ ഒരു സമ്മാനം കൂടി മഞ്ഞപ്പടയ്ക്ക് നൽകാൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് സാധിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എന്തായാലും ആരാധകർ വെച്ച് പുലർത്തുകയും ചെയ്യുന്നത്. എന്തോപ്പോൾ പുതുശ്ശേരി നമ്മോടൊപ്പം അല്പസമയത്തിനകം തന്നെ ചേരുകയും ചെയ്യും. അവിടെ ആരാധകരൊക്കെ തന്നെ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ്. അതിൽ 3 ഘടകങ്ങൾ ഉണ്ട്. അതിൽ എല്ലാം തന്നെ അനുകൂലം. അതായത് ഈ ഒരു സീസണിൽ ഇതുവരെയും ഒരു മത്സരം ഹോം മാച്ചിൽ തോറ്റിട്ടില്ല ബ്ലാസ്റ്റേഴ്സ്. രണ്ടാമതായിട്ടുള്ളത് ടീമംഗങ്ങളെല്ലാം തന്നെ ലൂണയുടെ അഭാവം ഒഴിച്ചാൽ തന്നെയും മികച്ച ടീം ലൈനപ്പ് തന്നെയാണ്. മറ്റൊന്ന് മഞ്ഞപ്പടയുടെ ഒരു നിറഞ്ഞ സാന്നിധ്യം. അതെല്ലാം തന്നെ ഒരു അനുകൂല ഘടകം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ളത്. കൂടാതെ ഇവാൻ ആശാൻ തിരികെ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ചേരുന്നു എന്നുള്ളതും വലിയ അനുകൂല ഘടകം തന്നെയാണ്. എന്നോടൊപ്പം മുൻ ഫുട്ബോൾ താരം എബിൻ റോസ് ചേരുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ മാത്യു വർഗീസ് കൂടി ചേരുന്നതാണ്. എന്തായാലും സ്വാഗതം എബിൻ ചേട്ടാ. അതായത് നമുക്ക് കഴിഞ്ഞ മത്സരങ്ങളെ കുറിച്ച് നമുക്കൊന്ന് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. അവസാന മത്സരത്തിലേക്ക് വരുമ്പോൾ ലൂണ ഇല്ലാത്ത ആ ഒരു മത്സരമായിരുന്നു. ആ മത്സരത്തിൽ പക്ഷേ നമ്മൾ വിജയം നമുക്കൊപ്പം തന്നെ ആയിരുന്നു എങ്കിൽ പോലും തന്നെ ആ ഒരു മിഡ്ഫീൽഡിൽ ഒരു പ്ലേ മേക്കർ എന്ന രീതിയിൽ ലൂണയുടെ ഒരു അഭാവം വലിയ രീതിയിൽ ഉദിച്ചു നിൽക്കുന്നത് കണ്ടു. എന്തായാലും വരും ദിവസങ്ങളിൽ, അതായത് ഇന്നത്തെ മത്സരം വളരെ നിർണായകമായ ഒരു മത്സരം തന്നെയാണ്. ആ ഒരു മത്സരത്തിൽ എങ്ങനെയായിരിക്കാം ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുന്നത്? തീർച്ചയായിട്ടും ലൂണയുടെ അഭാവം വളരെ വലുത് തന്നെയാണെങ്കിലും അതിനേക്കാൾ വലിയൊരു അഡ്വാൻറ്റേജ് ഗ്രെഗ് സ്റ്റുവർട്ട് അടക്കമുള്ള ഒരു വൻനിര തന്നെ മുംബൈ സിറ്റിക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് തന്നെ ലൂണയുടെ അഭാവം അത്രത്തോളം ബാധിക്കില്ല. പക്ഷേ നമ്മൾ മറുവശം ചിന്തിക്കേണ്ടത് ഫുട്ബോൾ വളരെയധികം പ്രൊഫഷണലായി പഴയതുപോലെ ഇന്ത്യയിലെ ഒരു ഫുട്ബോൾ കൾച്ചർ പോലെയല്ല. മെയിൻ കളിക്കാരില്ലെങ്കിൽ ടീമിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളൊരു ഇതൊന്ന് മാറി ലിങ്ക് പ്ലേ, അതായത് നമ്മൾ പറയുന്ന പോലെ ടീമിനെ പരിശീലിപ്പിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ അടുക്കും ചിട്ടയോട് കൂടിയാണ്. അപ്പോൾ ആ അടുക്കും ചിട്ടയും വരുമ്പോൾ അത് ഒരു പ്ലെയർ അല്ലെങ്കിൽ ആ ഭാഗം നികത്താൻ കഴിവുള്ള മറ്റൊരു താരത്തിനെ അവരെ പ്ലാൻ ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിശീലനത്തിലെ ആ ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ആ ഒരു പെനാൽറ്റി കിക്ക്, അതിലായിരുന്നു നമ്മൾ വിജയ ഗോൾ നേടുകയും ചെയ്തത്. പക്ഷെ പിന്നീട് ആ മത്സരം ഉണ്ടെങ്കിൽ പോലും തന്നെ പലരും, അതായത് വിപിൻ അടക്കമുള്ളവർ മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചുവെങ്കിൽ പോലും തന്നെ രാഹുൽ KP നമുക്കറിയാം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ കൃത്യമായി പാസിംഗ് 100% സക്സസ്ഫുൾ പാസ് നൽകുന്ന ഒരു താരം കൂടിയായിരുന്നു രാഹുൽ. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ പിന്നാക്കം പോകുന്നത് നമ്മൾ കണ്ടു. ഒന്ന് അവരുടെ ഫോം, 2 മാച്ച് പ്രഷർ, മാച്ച് സിറ്റുവേഷനിൽ പെർഫോമൻസ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് കളിക്കാർക്ക് കൂടുതൽ അവസരം ലഭിക്കുന്നത്. അപ്പോൾ ആ പ്രഷറിനനുസരിച്ച് കളിക്കാൻ കഴിവുള്ള താരങ്ങളെ വാർത്തെടുക്കുക അതാണ് പ്രൊഫഷണലിസം ഫുട്ബോളിൽ വരണം എന്ന് പറയുന്നത്. എല്ലാ സാഹചര്യത്തിലും കളിച്ച് പരിശീലിച്ചുകൊണ്ട് വരുന്ന ഒരു താരനിരയെ തന്നെയാണ് ഇറക്കുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു പ്ലെയറിൻ്റെ അഭാവം ഒരിക്കലും ടീമിനെ ബാധിക്കില്ല. പഴയതുപോലെ വൺ മാൻ ഷോ അല്ല, ഒരു ടീം വർക്കാണ്. ടീം വർക്കിന് അവരിതെല്ലാം പ്രാപ്തരായിരിക്കും. നമുക്ക് പ്രധാനപ്പെട്ട താരങ്ങൾ പരിക്ക് പറ്റിയാൽ അതിനെങ്ങനെ ഓവർകം ചെയ്യാം എന്ന് കൃത്യമായിട്ട് പ്ലാനോട് കൂടി വരുന്നതാണ് പ്രൊഫഷണൽ ഫുട്ബോൾ. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു പോരാട്ടം, അതായത് ഈ ഗ്ലാമർ പോരാട്ടം തന്നെ നമുക്കിന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായും നമുക്ക് ഇനി മുംബൈ നിരയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ അവസാന മത്സരം നമ്മൾ കണ്ടതാണ്. അതായത് വലിയ കയ്യാങ്കളിയൊക്കെ ആയിരുന്നു. 4 പേർക്ക് മുംബൈ നിരയിൽ റെഡ് കാർഡ് ലഭിക്കുന്നു. മോഹൻ ബഗാൻ താരങ്ങൾക്ക് 3 പേർക്ക് റെഡ് കാർഡ് ലഭിക്കുന്നു. അതിൽ ആദ്യ 10 മിനിറ്റ് തന്നെ മുംബൈയുടെ ഒരാൾ ബെഞ്ചിലേക്ക് പോയി എന്നുള്ളത് തന്നെയാണ്. പിന്നീട് അവർ 10 പേരെ വെച്ച് കളിച്ച് 2-1 മത്സരം പിടിച്ചെടുത്ത ടീം കൂടിയാണ് മുംബൈ. അവരുടെ പ്രധാനപ്പെട്ട താരങ്ങൾ, അതായത് രാഹുൽ ബേക്കെ, ഒപ്പം തന്നെ വിക്രം പ്രതാപ് സിംഗ് അടക്കമുള്ള താരങ്ങളൊക്കെ തന്നെ പുറത്താണ്. ഗ്രെഗ് സ്റ്റുവർട്ട് അടക്കമുള്ള താരങ്ങൾ. ആ മത്സരത്തിൽ സ്റ്റുവർട്ട് ഗോൾ നേടുകയും ചെയ്തതാണ്. അവസാന നിമിഷങ്ങളാണ് ആ റെഡ് കാർഡിലേക്ക് പോവുകയും ചെയ്തത്. ആ ഒരു മത്സരം നമ്മൾ എങ്ങനെ വിലയിരുത്താനാകും? നമ്മൾ പറഞ്ഞ പോലെ ഈ മുംബൈ ഇത്തവണ AFC കപ്പ് കളിക്കേണ്ടത്, AFC ക്ലബ് ചാമ്പ്യൻഷിപ്പ് കളിക്കേണ്ടതുകൊണ്ട് തന്നെ അവരുടെ സ്കോഡ് വളരെ സ്ട്രെങ്ത് കൂടിയതാണ്. ഒപ്പം തന്നെ അവർക്ക് അവരുടെ കോച്ചിനെ മാറ്റേണ്ടതായിട്ട് വന്നിട്ട് പോലും ആ പുതിയ കോച്ച് ചാർജ് എടുത്ത ആദ്യ മത്സരത്തിൽ വളരെ, അതായത് ഒരു ഗോൾ ഡൗൺ ആവുക, ഒരു പ്ലെയർ നഷ്ടപ്പെടുക, എന്നിട്ട് പോലും തിരിച്ചു വരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും ആ ക്ലബിൻ്റെ ഒരു പ്രൊഫഷണലിസം പ്ലസ് ആ ടീമിൻ്റെ ടീം ഡെപ്ത് അത്രത്തോളം ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു പ്ലെയർ നഷ്ടപ്പെട്ടാലും തിരികെ മറ്റൊരു കളിക്കാരനെ കൊണ്ടുവന്നുകൊണ്ട് അത് പരിഹരിക്കാൻ സാധിക്കുമെന്ന് കഴിഞ്ഞ മത്സരത്തിൽ അവർ തെളിയിച്ചു. ശരിക്കും ഒരു നല്ലൊരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമ്മൾ ആ മത്സരമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് ആ മത്സരത്തിലെ ആ ഓരോ ഫ്രീ കിക്കുകളും ഒപ്പം തന്നെ പിന്നീട് ഉണ്ടാകുന്ന ഫൗളുകളും ഒക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. പക്ഷേ ഈ ഒരു മത്സരം ഇപ്പോൾ നമ്മൾ കൊച്ചി സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ സ്വന്തം തട്ടകത്തിലേക്ക് വരുമ്പോൾ ഏത് തരത്തിലായിരിക്കും? പ്രധാനപ്പെട്ട 4 താരങ്ങളുടെ അഭാവം മുംബൈ നിരയിലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ കണക്കുകളിലും പേപ്പറുകളിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മേൽക്കൈ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ്. പക്ഷേ അത് എത്രത്തോളം എളുപ്പമാകുമെന്ന് തോന്നുന്നുണ്ട്. അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവർ AFC കപ്പ് ചാമ്പ്യൻഷിപ്പ് കളിക്കുന്നതുകൊണ്ട് തന്നെ അവർ ഇത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് കൂടുതൽ താരനിര അവരെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ അവരുടെ ക്വാളിറ്റി, ഇപ്പോഴത്തെ വരുന്ന പ്രൊഫഷണലിസം, സത്യം പറഞ്ഞാൽ ഈ ടൂർണമെന്റിൽ അല്ല ഈ ISL ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നാണ് മുംബൈ സിറ്റി FC. കൂടാതെ അവരുടെ താരനിരകൾ നോക്കിയാൽ അറിയാം, ഗ്രെഗ് സ്റ്റോട്ട് ഇല്ലെങ്കിൽ അവിടെ കളിക്കാൻ മാൻബീഫിനെ പോലുള്ള അതേ നിലവാരത്തിലുള്ള കളിക്കാരുണ്ട്. അവർക്ക് അവരുടെ ഡെപ്ത്, അതായത് അവരുടെ ടീം ഡെപ്ത്, അവരുടെ സ്ക്വാഡ് വളരെ ക്വാളിറ്റി ഉള്ളൊരു സ്ക്വാഡാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് 4 പ്ലെയർ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന് പകരം വയ്ക്കാനുള്ള താരങ്ങൾ ഉണ്ടാവും. അവർ നല്ലൊരു മത്സരം, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഈസി മത്സരം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. നേരത്തെ പറഞ്ഞ കാണികളുടെ ഒരു അഡ്വാൻറ്റേജ് ചിലപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ലൈനപ്പ് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പ് നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഗോൾ കീപ്പറിംഗ് സ്ഥാനത്ത് സച്ചിൻ തന്നെയാണ് ഉള്ളത്. സച്ചിൻ സുരേഷ് ഉണ്ട്, ഡിമിട്രിയോസ്, മുന്നേറ്റ നിരയിൽ ഡിമിട്രിയോസും പെപ്ര, ഒപ്പം തന്നെ മധ്യനിരയിലേക്ക് വരുമ്പോൾ മുഹമ്മദ് ഐമൻ, KP രാഹുൽ, വിപിൻ മോഹൻ അടക്കമുള്ളവരുണ്ട്. നയോച്ച, മിലോ, ഹോർമിപ്പാം തിരിച്ചു വരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ ഹോർമിപ്പാം കളിച്ചില്ലായിരുന്നു. പിന്നീട് പ്രീതം കോട്ടൽ, മാർക്കോ ലെഖോവി. ഈ നിരയാണ് 11 അംഗ നിരയാണ് ആദ്യ ലൈനപ്പിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ടിൽ നോക്കുമ്പോൾ കരൺജിത്ത് ഉണ്ട്, പ്രബീർ ദാസ് ഉണ്ട്, സന്ദീപ് ഉണ്ട്, അസറുണ്ട്, ബ്രൈസ് ഉണ്ട്, സൗരവ് ഉണ്ട്, ദൈസുക്കെ ഒരു പക്ഷേ ആദ്യ ലെവലിൽ ഇടം പിടിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ടിലാണ് സ്ഥാനം. ഒരു പക്ഷേ പിന്നീട് ഇറക്കാനുള്ള ഒരു തീരുമാനമായിരിക്കും ഇവാൻ ആഷറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ആ ഒരു ടീം ലൈനപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ നമുക്ക് നോക്കിക്കാണാം ഇന്നത്തെ നമുക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയാൻ മാർക്കോ ലസ്കോവിച്ചും ഡ്രിങ്ക്സിച്ചും. ലസ്കോവിച്ച് തിരിച്ചു വന്നു, അത് ഡ്രിങ്ക്സിച്ചിനൊപ്പം ഒരു ഡിഫൻഡേഴ്സ്. എനിക്ക് തോന്നുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മികച്ച ഒരു മേഖല തീർച്ചയായിട്ടും ഈ സെൻട്രൽ ബാക്കിന്റെ ഒരു സ്ട്രെങ്ത് തന്നെയാണ്. ലസ്കോവിച്ച് കഴിഞ്ഞ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റങ്ങളിലെല്ലാം, അതായത് നമ്മൾ പലപ്പോഴും അറ്റാക്കേഴ്സിനെയും മിഡ്ഫീൽഡേഴ്സിനെയൊക്കെ നമ്മൾ നോക്കിക്കാണുമ്പോഴും അവരുടെ പെർഫോമൻസ് ആണ് കൂടുതൽ എടുത്തു പറയുമ്പോഴും നിശബ്ദനായ പോരാളിയെ പോലെ കഴിഞ്ഞ തവണ ബ്ലാസ്റ്റേഴ്സിനെ ഏറെ മുന്നോട്ട് കൊണ്ടുപോയതാണ് ലസ്കോവിച്ച്. അപ്പോൾ അദ്ദേഹം പരിക്ക് മാറി തിരിച്ചു വന്നത് വളരെ വലിയൊരു അഡ്വാൻറ്റേജാണ്. ലസ്കോവിച്ചും ഡ്രിങ്ക്സിച്ചും അയച്ച ആ ഡിഫൻഡിങ്, അത് ഒരു വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ ഗോൾ സ്കോറിംഗ് മികവിലോട്ട് ദിമിട്രിയോസ് വന്നിട്ടുണ്ട്. പെപ്ര ചെറിയൊരു അദ്ദേഹത്തിന്റെ സ്പാർക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും മിഡ്ഫീൽഡ് നിയന്ത്രിക്കുക എന്നാണ് ഒരു ടീമിന്റെ വിജയത്തിന്. അതിലാണ് ഇന്ത്യൻ താരങ്ങളായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ മിഡ്ഫീൽഡ് നിയന്ത്രിക്കാൻ പോകുന്നതെന്നുള്ളതാണ്. അതിൽ തന്നെ നമുക്ക് പറയാനുള്ളത്, നമുക്ക് ജിക്സൺ സിംഗിന്റെ അഭാവം. നമ്മൾ പലപ്പോഴും ജിക്സൺ സിംഗും ലൂണയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ടീം ഒരു വേറെ ലെവലായാണ്. അത്രത്തോളം ഒരു ബ്യൂട്ടിഫുൾ ടീമായിരുന്നു. പക്ഷെ അതിന് പകരം അവസരം ലഭിച്ച വിപിൻ മോഹനും ഐമനും ഒക്കെ ആ ഒരു റിസർവ് ടീമിൽ നിന്ന് വന്ന കളിക്കാരാണ്. അവരുടെ ആ പെർഫോമൻസ് അത്ഭുതപ്പെടുത്തുന്നതാണ്. അവർ ടീമിന് വളരെയധികം അഡ്വാൻറ്റേജ് നൽകുന്നുണ്ട്. അവരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഹാർഡ് വർക്ക് അതാണ് പറയുന്നത്, മിഡ്ഫീൽഡിലെ മധ്യനിരയിലെ നിയന്ത്രണം പിടിച്ച് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ ലൂണയുടെ ഒരു അഭാവം നികർത്താൻ ഒരുപക്ഷെ ദൈസുക്കയ്ക്ക് സാധിക്കുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അതായത് അങ്ങനെ ഒരു പ്രതീക്ഷ കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് നടത്തുകയും ചെയ്തിരുന്നു. ഒരു പക്ഷേ ആദ്യ ലെവലിലേക്ക് മധ്യനിരയിൽ പ്ലേ മേക്കർ ആകാൻ പറ്റുന്ന ഒരു താരമാണ് ദൈസുക്കെ. അങ്ങനെ ദൈസുക്കെ ഒരു പക്ഷേ ആദ്യ ഇലവനിലേക്ക് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ദൈസുക്കെ സബ്സ്റ്റിറ്റ്യൂട്ടിലാണ് എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ടാക്ടിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് സൈക്കോളജിക്കലിയും അതായത് മെന്റലി, അതായത് എതിർ ടീം ഇന്ന കളിക്കാർ, അപ്പോൾ അവർക്കനുസരിച്ചുള്ള സ്ട്രാറ്റജി ആയിരിക്കും എതിർ ടീം പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഈ പ്രീ മാച്ചിന് മുമ്പുള്ള ഇതുപോലുള്ള ഇന്റർവ്യൂവിൽ പറയുന്നത് ചിലപ്പം എതിർ ടീമിനെ വഴിതെറ്റിക്കാനും ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു ടാക്ടിക്സ് ആണ്. ആ ടാക്ടിക്കലിലൂടെ അതിനൊപ്പം തന്നെ അതായത് ഒരു ലിങ്കായിട്ട് കളിക്കാൻ ചില പ്ലേയേഴ്സ് തമ്മിൽ കളിക്കുമ്പോൾ ഒരു റിതം ഉണ്ടാവും. പക്ഷേ ചിലപ്പോൾ 2 ഔട്ട്സ്റ്റാൻഡിങ് പ്ലേയേഴ്സ് ഒരുമിച്ച് കളിക്കുമ്പോൾ അവർക്ക് അതിനുള്ള ആ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അവർ ടീം വർക്ക് ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആവുന്ന പ്ലേയേഴ്സിനെ ഒരുമിച്ച് കളിക്കുക, എനിക്ക് തോന്നുന്നു കളിപ്പിക്കുക. അതുകൊണ്ടായിരിക്കാം മിക്കവാറും ഇങ്ങനൊരു നമ്മൾ പറഞ്ഞ പോലെ ഡൈസുക്കിക്ക് പകരം രാഹുൽ വന്നത് എന്ന് എനിക്ക് വിശ്വസിക്കുന്നു. തീർച്ചയായും എന്തായാലും മുംബൈയുടെ ലൈനപ്പ് കൂടി വന്നിട്ടുണ്ട്, അതുകൂടി നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. മുംബൈയിൽ അവരുടെ ഗോൾ കീപ്പർ ഫുർബ, ഒപ്പം തന്നെ മുന്നേറ്റ നിരയിൽ ജോർജി പെരേര, വിപിൻ സിംഗ്,
ജേഷ് ദിലീപ്, ലലിൻസ് ചാങ്തെ, ഒപ്പം തന്നെ വാൻ നീഫ് എന്നിവരടങ്ങുന്നവരാണ് ആ മിഡ്ഫീൽഡിൽ കൈകാര്യം ചെയ്യുന്നത്. ഒപ്പം തന്നെ റാൽത്തെ, വാൽപുവ, മെഹ്താബ് സിംഗ്, ഗ്രിഫ്തിക്, പിന്നെ തിരി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മത്സരങ്ങളൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചതാണ്. അതായത് പിന്നീടുള്ളവർ ഇവർക്ക് പകരം, അതായത് ഈ 4 താരങ്ങൾ പ്രധാനപ്പെട്ട താരങ്ങൾ തന്നെയാണ്. ഗ്രെഗ് സ്റ്റുവർട്ട് ആണ് അവരുടെ ഏറ്റവും കുന്തമുനയായി നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു താരം. അത്തരത്തിലുള്ള താരങ്ങൾ പുറത്താകുന്നു. റെഡ് കാർഡ് കണ്ട് പുറത്തായതിനു ശേഷമുള്ള ആദ്യ മത്സരം, അതും കരുത്തരായ ബ്ലാസ്റ്റേഴ്സ് തന്നെ എതിരാളികളായി വരുമ്പോൾ എങ്ങനെയായിരിക്കാം ഈ ഒരു ലൈനപ്പ്, ഈ ഒരു ആദ്യ 11 ബ്ലാസ്റ്റേഴ്സിനെതിരെ നേടാൻ പോകുന്നത്? നമുക്ക് ലാൽസ്വാലാണ്, നമ്മുടെ ഇന്ത്യൻ താരം ലാൽസ്വാ ചാങ്ങിന്റെ സ്പെഷ്യലാണ്, സംതിങ് സ്പെഷ്യൽ. ബിപിൻ സിംഗ് എപ്പോഴും മുംബൈ സിറ്റി, അതായത് ഇന്ത്യൻ്റെ കളിക്കാൻ വരുമ്പോൾ പെർഫോമൻസ് ചെയ്യാറില്ലെങ്കിലും മുംബൈ സിറ്റിക്ക് വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അത് മിക്കപ്പോഴും വിന്നിംഗ് ഗോളിൻ്റെ ഉടമയായിട്ട് മാറാനുണ്ട് ബിപിൻ സിംഗ്. കൂടാതെ നമുക്ക് വിദേശ താരം വാനീഫ് തീർച്ചയായിട്ടും ഗ്രെഗ് സ്റ്റുവർട്ടിന് പകരം വയ്ക്കാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ്. ചിലപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ കളിക്കുമെന്നാണ് എനിക്ക് വിശ്വാസം. കാര്യം അദ്ദേഹം ഈ സീസണിൽ വന്നിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് നമ്മൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പം ഗ്രിഫിത്സ്, ടിറി ഇന്ത്യൻ ഫുട്ബോൾ ഏറ്റവും പരിചയസമ്പന്നനായ ഡിഫൻഡറാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് അവർക്ക് ഗ്രൂപ്പിൽ, അതായത് ടീം ഡെപ്തിൽ അവർക്ക് ഒരു കുറവുമില്ല. അതുകൊണ്ട് നമ്മൾ ഈസി ആയിട്ട് എടുക്കേണ്ട, അവർ നല്ല ടീമാണ്. അതായത് 4 പേരില്ല എങ്കിൽ പോലും തന്നെ പകരം വെക്കാൻ തീർച്ചയായും 4 പേർ അവരുടെ ആദ്യ 11 ഉണ്ട്. അതേ നിലവാരമുള്ള, ചിലപ്പോൾ എനിക്ക് തോന്നുന്നു രാഹുൽ ബേക്കയ്ക്ക് പകരം വരുന്ന കളിക്കാരൻ ചിലപ്പോൾ ആ ടീമിന്റെ മെയിൻ പ്ലെയർ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. കാര്യം രാഹുൽ ബേക്കെ വളരെ സീനിയറാണ്. അദ്ദേഹത്തിന് പെർഫോമൻസെക്കാളും ചിലപ്പോൾ ഒരു യങ്സ്റ്റർ ഒന്ന് കൂടുതൽ പെർഫോമൻസ്, അത് കൂടുതൽ ബ്ലാസ്റ്റേഴ്സിന് ഡേഞ്ചർ ആവുന്നത്. എന്തായാലും നമുക്ക് അതിലേക്കൊക്കെ വരാം. നമ്മോടൊപ്പം എൽദോ പോൾ പുതുശ്ശേരി ചേരുന്നുണ്ട് സ്റ്റേഡിയത്തിൽ നിന്ന്. എൽദോ, ഞങ്ങളിപ്പോൾ ഇവിടെ സംസാരിച്ചിരുന്നത് പോലെ തന്നെ ലൈനപ്പ് ഒക്കെ വന്നുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ ആരാധകരുടെ ഒരു കൂട്ടം തന്നെ, നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ വലിയ ആരാധകരുടെ ഒരു കൂട്ടം, മഞ്ഞപ്പട പൂർണ്ണമായും സ്റ്റേഡിയം ഏറ്റെടുത്തു എന്ന് തന്നെയാണ് അല്ലേ? ഉറപ്പായിട്ടും ഇതിന് ഈ സ്റ്റേഡിയത്തിലേക്ക് ഈ ആരാധകരുടെ പ്രവാഹം അത് തുടങ്ങിയത് ഏതാണ്ട് 3 മണി 3:30 മുതൽ തുടങ്ങിയതാണ്. 3 മണിക്ക് തുടങ്ങിയതാണ്. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കാണാൻ കഴിയുന്ന പോലെ ഇത് സ്റ്റേഡിയത്തിന്റെ പ്രധാന കവാടമാണ്. ആ മെട്രോ ഗേറ്റ് കടന്ന് ആ പ്രധാന കവാടം കഴിഞ്ഞ് ഇപ്പോഴും കാണികൾ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. 7:15 മണിയാണ് സമയം. 8 മണിക്ക് കിക്ക് ഓഫ് ആണ്. പക്ഷേ അപ്പോൾ പോലും നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പി നിൽക്കുന്ന ഒരു സ്റ്റേഡിയത്തിന്റെ പ്രധാന വഴിയാണ് നമ്മൾ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഒരുപാട് ആരാധകർ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഇന്ന് ഞായറാഴ്ച ദിവസമാണ്, നാളെ അവധി ദിനമാണ്, ക്രിസ്മസ് ആണ്. അപ്പോൾ ഏറ്റവും നല്ലൊരു ക്രിസ്മസ് ആഘോഷത്തിലേക്ക് പോകുക എന്നുള്ളതാണ് ഈ ആരാധകരുടെ ലക്ഷ്യവും അവരുടെ ശ്രദ്ധയും അതാണ്. മാത്രമല്ല മുംബൈ സിറ്റി പോലുള്ള ടീമിനെതിരെ ഒരു ഗംഭീര മത്സരം പ്രതീക്ഷിക്കുന്നുണ്ട് ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ. അപ്പോൾ ഏറ്റവും പരമാവധി വേഗത്തിൽ തന്നെ ടിക്കറ്റുകൾ സ്വന്തമാക്കിയിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ടീം മാനേജ്മെന്റ് തന്നെ പലപ്പോഴും നേരത്തെ തന്നെ ടിക്കറ്റുകൾ അതിന്റെ പൂർണ്ണ തോതിൽ വിറ്റഴിഞ്ഞു എന്നുള്ളത് വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ ഒരുപക്ഷെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കാണികൾ എത്തുന്ന ഒരു മത്സരമായി ഇത് മാറിയാൽ പോലും സംശയിക്കേണ്ടതില്ല എന്നതാണ് അറിയാൻ കഴിയുന്നത്. ചേട്ടാ, എവിടെന്നാ വരുന്നത്? ചേട്ടന്റെ മുഖം കണ്ടപ്പോ തന്നെ ഒരു ക്രിസ്മസ് ഫാദർ ഫീല്. അവിടെ പിള്ളേര് നിൽക്കണ്, അല്ല വേറൊന്നല്ല, ഇത് കൂട്ടം തട്ടി പോയാലുള്ള ബുദ്ധിമുട്ടാ. അല്ലാണ്ട് കളി കാണാൻ പറഞ്ഞോ? പിന്നെ ഞങ്ങളിതിന്റെ ആൾക്കാരാണ്. പുള്ളി എന്താണെങ്കിലും ഒരു വലിയ ഫുട്ബോൾ ഫാനാണ്. ക്രിസ്മസിന്റെ ഒരു ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ക്രിസ്മസ് കുപ്പിയൊക്കെ വെച്ച് ആ വെള്ളത്താടി കണ്ടപ്പോൾ ഒരു ക്രിസ്മസ് എവിടുന്നാ? കോതമംഗലത്താണ്. സ്ഥിരമായിട്ട് കളി കാണാൻ പറഞ്ഞോ? ഇന്ന് ജയിക്കോ? ബ്ലാസ്റ്റേഴ്സിന്റെ ആവേശം ഇത്രേ ഉള്ളൂ. ചേട്ടാ, എല്ലാ ദിവസവും കളി കാണാൻ പറഞ്ഞോ? സ്ഥിരമായിട്ട് ബ്ലാസ്റ്റേഴ്സ് കളി കാണോ? എങ്ങനെയുണ്ട് ടീം? നല്ല ടീമാണ്. ഒറ്റ ഉത്തരത്തിൽ പെട്ടെന്ന് ആര് ജയിക്കുമെന്ന്? ഗോൾ എത്ര ഗോൾ? 5 ഗോൾ 10 ഗോൾ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പിന്നെ ഒപ്പം മിഥുൻ, ഈ ഇവരുടെ ആരാധകരുടെ പ്രതീക്ഷയ്ക്കൊപ്പം നിൽക്കാൻ കഴിയില്ലെങ്കിൽ പോലും മുംബൈ അത്ര നല്ല ടീം ആയതുകൊണ്ട് തന്നെ അത്ര എളുപ്പമായിരിക്കില്ല ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യങ്ങൾ പറയാൻ കഴിയും. നേരത്തെ എബിൻഡോ സൂചിപ്പിച്ചതുപോലെ ഈ മുംബൈ ടീമില് പകരക്കാരായി എത്തുന്ന ഓരോരുത്തരും അത് മികവുറ്റ താരങ്ങളാണ്. മുംബൈ ടീമിലെ ഓരോരോ പകരക്കാർക്കും അവരവരുടേതായിട്ട് റോളുകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് രാഹുൽ ബേക്കി ഇല്ലെങ്കിലും ഗ്രെഗ് സ്റ്റുവർട്ട് ഇല്ലെങ്കിലും വിക്രം പ്രതാപ് സിംഗ് ഇല്ലെങ്കിലും മുംബൈയെ ബാധിക്കുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. അത്ര ലാഘവത്തോടെ കണ്ടാൽ അത് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാകും എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. ഇത് തീർച്ചയായും എന്തായാലും എൽദോടെ തുടരുക. ഏതായാലും ആരാധകരുടെ ഒരു വലിയ കൂട്ടം തന്നെയാണ് നമുക്ക് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കാണാൻ സാധിക്കുന്നത്. അതും വലിയൊരു ഹൈപ്പ് തന്നെ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്രയും വലിയ സ്റ്റേഡിയത്തിൽ ഇത്രയും അധികം കാണികളുടെ ഒപ്പം
ഈ മത്സരം കാണാൻ സാധിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമായി തന്നെയാണ് ഞാൻ കാണുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സമ്മർദ്ദം, താരങ്ങൾക്ക് വലിയൊരു സമ്മർദ്ദം നൽകാനുള്ള സാധ്യത കൂടിയില്ലേ? ഒരിക്കലും ഈ കാണികളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ആഹ്ലാദിക്കുക, ടീമിനെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ടീം ജയിക്കുമ്പോൾ അലറി പിടിക്കുക എന്നതിനപ്പുറം നമുക്ക് എന്താ പറയുക കളിക്കാരെ ഗ്രൗണ്ടിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കളി തോറ്റു നിൽക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഈ സാഫ് കപ്പിന് ഇന്ത്യയുടെ കളി കണ്ടായിരുന്നു. നമുക്ക് സാഫ് കപ്പിന് ലൈവായിട്ട് ഇന്ത്യയുടെ കളി കാണുമ്പോൾ ഇന്ത്യ ഒരു ഗോളിന് ഡൗൺ ആയിരുന്നു. പക്ഷേ അടുത്ത നിമിഷം ഓരോ മൂവിനും ഇന്ത്യ കളിക്കാരെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള ആ ബോളവും അത് കളിക്കാർക്ക് ഇരട്ടി എനർജിയായി നമ്മൾ ആ സാഫ് കപ്പ് നേടി. അപ്പോൾ അതുപോലെ ഈ കാണികൾക്ക് ചിലപ്പോൾ തോറ്റു നിൽക്കുന്ന ഒരു ടീമിനെ ജയത്തിലോട്ട് കൊണ്ടുവരാൻ അവരുടെ ആ വിളിയും ആവേശമൊക്കെ സാധിക്കും. എനിക്കൊന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ ശക്തി അത് തന്നെയാണ്. ഈ കേരളത്തിലെ ഫുട്ബോളിന്റെ കാണികൾ തന്നെയാണ്, കാണികളുടെ ഒരു കൂട്ടം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ അനുകൂല ഘടകം എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ അവിടെ എത്തുന്ന എല്ലാ ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് അഡ്രിയാൻ ലൂണ. എന്ത് ചോദിച്ചാലും അഡ്രിയാൻ ലൂണ, ഗോളടിക്കുന്നത് ആര്? അഡ്രിയാൻ ലൂണ. പക്ഷേ ഇനി അദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ ഇനി ഈ സീസണിൽ മത്സരത്തിൽ കളിക്കാനായില്ല എന്ന് കോച്ച് തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഒരു കാര്യത്തിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. പരിശീലനത്തിനിടെ പരിക്കേറ്റ നായകനും പ്ലേ മേക്കർ കൂടിയായിട്ടുള്ള അഡ്രിയാൻ ലൂണയുടെ പകരക്കാരനെ കണ്ടെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ് രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ചയാണ്. അഡ്രിയാൻ ലൂണയ്ക്ക് ഈ സീസൺ നഷ്ടമാകുമെന്ന് പരിശീലകൻ ഇവാൻ നുക്കുവിച്ച് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയതാണ്. കാലിനേറ്റ പരിക്കിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ താരം ഇപ്പോൾ വിശ്രമത്തിലാണ്. ആരോഗ്യവാനായി വൈകാതെ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷകൾക്കാണ് ഇതോടെ തിരിച്ചടിയാണ്. ഒരു മാന്ത്രികനായിരുന്നു അയാൾ. ബ്ലാസ്റ്റേഴ്സിന്റെ ഹൃദയവും ബുദ്ധിയും. അഡ്രിയാൻ ലൂണ എന്ന ഉറുഗ്വൈ താരമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ കുതിപ്പിന് പിന്നിൽ. ബ്ലാസ്റ്റേഴ്സിനായി 3-ാം സീസണിൽ ബൂട്ടുകെട്ടിയ ലൂണയാണ് യെല്ലോ ആർമിയുടെ കളി ആസൂത്രകനും ക്യാപ്റ്റനും നമ്പർ 10-ഉം. ഗോൾ അടുപ്പിച്ചും അടിച്ചും കളം നിറയുന്ന താരത്തിന്റെ മടക്കം നിരാശരാക്കിയത് ടീമിനെ മാത്രമല്ല മഞ്ഞപ്പടയുമാണ്. മിഡ്ഫീൽഡിൽ കളിമെനയുന്ന ലൂണ പുറത്തായതോടെ തുടർ മത്സരങ്ങളിലെ തന്ത്രങ്ങളിലും പദ്ധതികളിലും മാറ്റം വരുത്താൻ ബ്ലാസ്റ്റേഴ്സ് നിർബന്ധിതരായിരിക്കുകയാണ്. ലൂണ ഇനി എപ്പോൾ തിരിച്ചു വരുമെന്ന് പറയാനാകില്ലെന്നായിരുന്നു പരിശീലകന്റെ പ്രതികരണം. First 5-6 weeks for the first recovery process, then he'll be back after the Super Cup. He'll be back in Kochi to continue the recovery process with us, and then depending on that recovery process, we'll see when he will be back. Very difficult to predict. അതേസമയം ലൂണയുടെ പകരക്കാരനെ കണ്ടെത്താൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ജനുവരിയിലെ ട്രാൻസ്ഫർ വിൻഡോയിൽ പുതിയ താരത്തെ ടീമിലെത്തിക്കുമെന്നും പരിശീലകൻ ഇവാൻ ബുക്കോമുനോവിച്ച്. Get the job done, and that's it. And I'm happy to see some of youngsters who are very hungry to show the qualities, to fight for the spot, to fight on the pitch for Kerala Blasters. That's what makes us happy. So maybe our next games will be a kind of struggle, fight, but you have to manage it to get the points. സീസണിൽ ഇതുവരെ 9 മത്സരങ്ങൾ കളിച്ച ലൂണ 3 ഗോളുകളും 4 അസിസ്റ്റുകളും നേടി. എന്തായാലും ലൂണ എഫക്റ്റ് ഇനി ഈ സീസണിൽ ആരാധകർ മിസ് ചെയ്യുമെന്നുറപ്പ്. സ്പോർട്സ് ഡെസ്ക് ന്യൂസ് 8. എന്തായാലും നമുക്കിനി അവസാന 6 മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ള ആ മത്സരങ്ങളെ കുറിച്ച് നമുക്കൊന്ന് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. അതിൽ ബംഗളൂരു FC ആയിട്ടുള്ള മത്സരം 2-1 അന്ന് വിജയം നേടാനായത്. അഡ്രിയാൻ ലൂണ ഒപ്പം തന്നെ ഗോൾ സ്കോററായിരുന്നു. ഒപ്പം ആ 2 ഗോളിലായിരുന്നു അന്ന് വിജയിച്ചത്. ആ ഒരു മത്സരത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞല്ലോ ആദ്യത്തെ മത്സരം എനിക്കൊന്ന് ആദ്യത്തെ ഫസ്റ്റ് മാച്ചായിരുന്നു. ആ മാച്ചിൽ തന്നെ നമുക്ക് ഈ ഒരു ഗോൾ അഡ്രിയാൻ ലൂണ അഡ്രിയാൻ ഒരു പാസ് പെട്ടെന്ന് ക്വിക്ക് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ നമ്മൾ ആ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫൈനലിലെ ഓർമ്മിച്ചു പോയി. നമ്മൾ ആ കമന്ററിയിലായിരുന്നാലും എല്ലാവരും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്ക് അനുകൂലമായിട്ട് വരുമ്പോൾ പ്രതികൂലമായിട്ട് വരാൻ അത് ഫുട്ബോളിന്റെ ഭാഗമാണ്. അപ്പോൾ ആ മത്സരം അതുകൊണ്ടാണ് കൂടുതൽ ശ്രദ്ധേയമായത്. 2-1 ജയിച്ചു. നല്ലൊരു റിസൾട്ട്, വളരെയധികം കോൺഫിഡൻസ്. കോച്ചിനടക്കം സസ്പെൻഷനിലായതിനു ശേഷമുള്ള ഒരു മാച്ച് കൂടിയായിരുന്നു. പക്ഷേ ആദ്യം ആ മത്സരത്തിൽ പക്ഷേ സാക്ഷ്യം വഹിക്കാൻ ഇവാൻ ആഷൻ ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എനിക്ക് തോന്നുന്നു. ആ ഒരു മാച്ചിൽ ആ ഒരു വിജയം തന്നെയാണ് ഈ ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ കോൺഫിഡൻസ് നൽകി. ആദ്യത്തെ മത്സരം ലീഗിലെ ആദ്യത്തെ മത്സരം എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ടീമിന്റെ ആ ഒരു റണ്ണിങ്, എസ്പെഷ്യലി ബംഗളൂരു FC പോലെ ഒരു ടീമിനെ തോൽപ്പിച്ച് വരിക എന്ന് പറയുന്നത് ആത്മവിശ്വാസം കൂട്ടും. അത് തന്നെ തുടർന്നുള്ള മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിൽ കണ്ടത്. രണ്ടാമത്തെ മത്സരം നോക്കുമ്പോൾ ജംഷഡ്പൂർ FC ആയിരുന്നു. അതിലും അഡ്രിയാൻ ലൂണ തന്നെ സ്കോററായിട്ട് എത്തുന്നു. അങ്ങനെ 1-0 വിജയം സ്വന്തമാക്കിയായിരുന്നു. മൂന്നാമത്തെ മത്സരത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ മുംബൈ സിറ്റി ആയിരുന്നു. അതാണ് ഇന്നത്തെ ആ പ്രധാനപ്പെട്ട മത്സരം. അത് തന്നെയാണ് അന്ന് മുംബൈയുടെ സ്വന്തം തട്ടകത്തിൽ 1-2
ആദ്യ തോൽവി ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങുകയും ചെയ്തു. പിന്നീട് വലിയ തർക്കങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്തായിരുന്നു. അവസാനം നമ്മുടെ 2 താരങ്ങൾക്ക് റെഡ് കാർഡ് ലഭിക്കുന്നു. അങ്ങനെ ഒരു സംഘർഷഭരിതമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു മുംബൈ സിറ്റിയുമായിട്ടുള്ള മുംബൈയുടെ തട്ടകത്തിൽ വെച്ച് നടത്തിയ ആ ഒരു മത്സരം. പക്ഷേ ഇപ്പോൾ ഇങ്ങ് നമ്മുടെ നാട്ടിലേക്ക് വരികയാണ് കളി. മുംബൈ താരങ്ങൾ ഇവിടേക്ക് വരുന്നു. അന്നുണ്ടായിരുന്ന പല താരങ്ങളും റെഡ് കാർഡ് കണ്ട് പുറത്താണ് എങ്കിൽ പോലും തന്നെ ഇന്നത്തെ മത്സരത്തിൽ നിറഞ്ഞ കാണികളുണ്ട്. ഒരു അടിപൊട്ടാനുള്ള ചാൻസ് ഉണ്ടാവും. അല്ല, ഇതിനാണ് ഏഷ്യൻ ഫുട്ബോൾ കോൺഫറൻസ് സെക്രട്ടറി വന്നപ്പോൾ ആദ്യം പറഞ്ഞത് ലോകോത്തര നിലവാരത്തിലുള്ള അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ, അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇത്രയും വലിയൊരു ഫുട്ബോൾ കൾച്ചറിലൊരായി, പക്ഷേ സേഫ്റ്റിയുടെ കാര്യത്തിൽ വളരെ ആശങ്കാകുലനാണ്. ഞാനാണെങ്കിൽ ഏഷ്യൻ ഫുട്ബോൾ കോൺഫറൻസിൻ്റെ ഒരു കളിക്ക് ഇവിടെ ഈ വേദി തിരഞ്ഞെടുക്കില്ല. അപ്പോൾ ആ ഒരു സേഫ്റ്റി, നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സേഫ്റ്റി പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഈ കാണികൾ ഈ പറഞ്ഞ പോലെ അടി പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും. അതുകൊണ്ട് ഒരു അടി പൊട്ടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. തീർച്ചയായും അതുപോലെ തന്നെയാണ്. അതായത് അവരുടെ പുതിയ കോച്ചുമായിട്ടാണ് അവരിപ്പം ഈ മത്സരത്തിൽ ഇറങ്ങുന്നതെന്നൊരു പ്രത്യേകത ഉണ്ട്. അല്ല, അതിലൊരു ഇമ്പോർട്ടൻ്റ് കഴിഞ്ഞ കളിയിൽ വളരെ നെഗറ്റീവ് സിറ്റുവേഷൻ, ഒരു റെക്കോർഡ് വാങ്ങിക്കുന്നു, ഒരു ഗോൾ കൺസീഡ് ചെയ്യുന്നു, അവിടെ നിന്ന് ഈ ടീമിന് തിരിച്ചു കൊണ്ടുവരാൻ കഴിവുണ്ടെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. തീർച്ചയായും കരുതിയിരിക്കേണ്ടത് തന്നെയാണ് എന്നുള്ളത്. പിന്നെ മറ്റൊരു മത്സരം ഒഡീഷ FC എതിരെയായിട്ടുള്ളതായിരുന്നു. 2-1 തന്നെ. അതായത് ഡിമിട്രിയോസ് ആദ്യമായി ഗോൾ സ്കോർ ചെയ്യുന്നു. ആ മത്സരത്തിലും അഡ്രിയാൻ ലൂണ ഉണ്ടായിരുന്നു ഗോൾ സ്കോറായിട്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നുള്ളത് ഈസ്റ്റ് ബംഗാളുമായിട്ടുള്ള മത്സരത്തിലും 2-1 വിജയം സ്വന്തമാക്കുന്നു. അന്ന് ലെയ്സുക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് എങ്കിൽ പോലും പിന്നീട് ഇറങ്ങി ആ ഗോൾ നേടുന്നു കണ്ടു. ആ മത്സരത്തിലും ഡിമിട്രിയോസ്, എല്ലാവരും പറയുന്ന പോലെ ഡിമി ഒരു ഗോൾ സ്കോറായിട്ട് വരുന്നുള്ളത് അത്, പക്ഷെ അദ്ദേഹം ഹാർഡ് വർക്കറാണ്, അദ്ദേഹം നല്ലൊരു സ്കോറാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് ബ്ലാസ്റ്റേഴ്സിന് വളരെ അഡ്വാൻറ്റേജ് ആയിരിക്കും. തീർച്ചയായും ഹൈദരാബാദ് FC ആയിട്ടുള്ള മത്സരത്തിലും അതുപോലെ തന്നെയായിരുന്നു. മിലോസ് ആയിരുന്നു അന്ന് സ്കോർ നേടിയത്. 1-0 ഹൈദരാബാദിനെതിരെയുള്ള മത്സരത്തിൽ സ്കോർ നേടാൻ സാധിച്ചത്. പിന്നീടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് ചെന്നൈയിൻ FC ആയിട്ടുള്ള മത്സരമാണ്. അതെനിക്ക് ഓർമ്മ വന്നത്, എനിക്ക് തോന്നുന്നു 2014 ആ മത്സരമായിരുന്നു എന്ന് തോന്നുന്നു, സെമിഫൈനലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ രണ്ടാം പാത അല്ലേ, സെക്കൻഡ് ലെഗിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ച് അതേ തിരിച്ചടിച്ച അത് ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മത്സരമായിരുന്നു. 3-3 ഒരു പക്ഷേ ചെന്നൈ മത്സരം കൊണ്ടുപോകുന്നു ഞാൻ ഒരു പക്ഷേ തീർച്ചയായിട്ടും ചെന്നൈ അന്ന് നല്ല മികച്ചൊരു പെർഫോമൻസിലായിരുന്നു. അവരെ ടീം തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. ശരിക്കും ആ ഒരു മത്സരം അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് കിട്ടേണ്ടായിരുന്ന ഒരു മാച്ചായിരുന്നു, നന്നായിട്ട് കളിച്ചായിരുന്നു. അതിനെ പെപ്രെ ആദ്യ ഗോൾ നേടിയത് ആ ഒരു മത്സരത്തിനാണ്. അതായത് അതിനു മുമ്പത്തെ ഇവൻ യൂക്കോമനോവിച്ചിന്റെ ആ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പെപ്രെ എന്തുകൊണ്ട് ഗോൾ അടിക്കുന്നില്ല എന്ന ചോദ്യത്തിൽ പറഞ്ഞത് നീ അടിക്കും, പക്ഷെ അടുത്ത മത്സരത്തിൽ അടിച്ചു. പക്ഷേ പിന്നീടും ആ ഒരു മികവ് പുലർത്താൻ പെപ്രയെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ കൃത്യമായി പാസിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ പോലും ലക്ഷ്യത്തിലേക്ക് എത്താൻ പെപ്രയ്ക്ക് സാധിക്കുന്നില്ല. നമുക്ക് ഡയമണ്ട് റിക്വസ്റ്റ് ആയിരുന്നാലും നമ്മൾ കഴിഞ്ഞ തവണ സ്ട്രൈക്കർമാർ ചിലപ്പോൾ ഫോം കണ്ടെത്താൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ അവർ ആ ഫോം കണ്ടെത്തി കഴിഞ്ഞാൽ അവർ ആ ഒരു ട്രാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാര്യം ഒന്നും കാണാതെയല്ലല്ലോ അങ്ങനെ ഒരു കളിക്കാരനെ കൊണ്ടുവരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള ടാലൻ്റ് ഉണ്ട്, അതിൻ്റെ സ്പാർക്ക് പലപ്പോഴും നമുക്ക് കാണാനുണ്ട്. പക്ഷെ അവർ ഇതിലോട്ട് വരട്ടെ, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കൂടെ മെച്ചപ്പെടുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് വേറെ ലെവലിൽ എത്തുന്നതാണ്. തീർച്ചയായും എന്തായാലും നമുക്ക് ഒരിക്കൽ കൂടി എൽദോ പോൾ പുതുശ്ശേരിയോടൊപ്പം ചേരേണ്ടതായിട്ടുണ്ട്. ഏതായാലും അവസാന മിനിറ്റുകളിലേക്ക് കടക്കുകയാണ്. എല്ലാവരെയും അകത്ത് കയറ്റി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പോഴും ആരാധകർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലേ എൽദോ? എവിടെ അകത്ത് കയറാനും ഇതിന് ഇപ്പോഴും ആരാധകരെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആരാധകർ ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുന്നു. ആരാധകരുടെ കാര്യത്തിൽ അത് ഇന്ന് സ്റ്റേഡിയം ഒരുപക്ഷെ റെക്കോർഡിട്ടാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് തോന്നുന്നു. കാരണം ഈ സമയത്തൊക്കെ ആരാധകർ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. കൊച്ചി മെട്രോയിലെ ഈ സ്റ്റേഷനുകളിലൊക്കെ ഇപ്പോഴും നിറഞ്ഞ ആരാധകരുണ്ട്. ഈ പ്രത്യേക ട്രെയിനുകളും അല്ലെങ്കിൽ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും ആരാധകർ എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ക്രിസ്മസ് രാവാണ്. ക്രിസ്മസ് രാവിനെ പൂർണ്ണമായും ഫുട്ബോൾ ആവേശത്തിന്റെ ലഹരിയിലേക്ക് അമർത്താൻ ശ്രമിക്കുകയാണ് കൊച്ചിയിലെ ഫുട്ബോൾ ആരാധകർ. മാത്രമല്ല കൊച്ചിയിൽ നിന്നല്ല, അത് കേരളത്തിന്റെ ഓരോ ജില്ലയിൽ നിന്നും കേരളത്തിന്റെ ഒരു പരിച്ഛേദം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഈ സ്റ്റേഡിയത്തിലെ ഈ കാണികളുടെ ഒരു മൊത്തത്തിലുള്ള കണക്കെടുത്താൽ അത്രമാത്രം ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്രമാത്രം ആരാധകരെ ഉൾക്കൊള്ളിക്കാനുള്ള ശേഷി സ്റ്റേഡിയത്തിലുണ്ടോ എന്നുള്ള സംശയം മാത്രമേ ഈ പുറത്ത് നോക്കുമ്പോൾ നമുക്ക് തോന്നുകയുള്ളൂ. അത്രമാത്രം ആരാധകർ ഇങ്ങനെ ഒഴുകി മഞ്ഞ നിറത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റേഡിയത്തിലേക്ക് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഈ സ്റ്റേഡിയത്തിന്റെ ഈ പുറം കാഴ്ചയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു എത്ര പേരാണ് ഇവിടെ പുറത്ത് നോക്കി നിൽക്കുന്നത് എന്ന്. അപ്പോൾ സ്റ്റേഡിയത്തിനകത്ത് ഇതിനോടകം പ്രവേശിച്ച, അതായത് 4 മണി 4:30 മുതൽ തന്നെ സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശിച്ചവർ അത് നിരവധിയാണ്. ആ നിരവധിയായിട്ടുള്ള ആരാധകരുടെ ഇടിച്ചു വീഴ്ത്തില്ല. ഒരു കാര്യം എവിടെന്നാ വരുന്നത്? ഞങ്ങൾ മലപ്പുറത്താണ് ഇത്ര ഇടിച്ചിടിച്ചു വരുന്നത്. തീർച്ചയായിട്ടും ഉള്ള കാര്യം പറയാലോ. ഞങ്ങൾ
മലപ്പുറം എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ്. നമുക്ക് ഏതൊരു ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ വേണ്ടപ്പെട്ട ഒരു വികാരമാണ് മലപ്പുറം. പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് വിത്ത് ഫുട്ബോള്. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും കാണാൻ പറ്റുന്നത്. ഫുട്ബോളിനെ ഡിപ്പെൻഡ് ചെയ്ത് എന്തൊരു കാര്യം ഉണ്ടോ അത് എല്ലാത്തിനും കാര്യം മലപ്പുറം. ബ്ലാസ്റ്റേഴ്സ് എവിടെ കളിക്കുന്നുണ്ടോ അവിടെ ഞങ്ങൾ എത്തും. മലപ്പുറം എന്തോ പറയാൻ അതെ മലപ്പുറം എടപ്പാൾ എടപ്പാൾ മൈ പൂക്കരത്തറ പറയും. അല്ല ഓക്കെ, എന്റെ ചോദ്യം ഒന്നല്ല. മുംബൈ സിറ്റി നല്ല ടീമല്ലേ? ഈ ഗംഭീര ടീമിനെതിരെ അഡ്രിയാൻ ലൂണയില്ലാത്ത ബ്ലാസ്റ്റേഴ്സിന് ജയം എത്രത്തോളം സാധ്യമാണ്? 2 ഗോളിന്. ഒരു കാര്യം പറയല്ലോ, അഡ്രിയാൻ ലൂണ ഈസ് ജസ്റ്റ് പ്ലെയർ മിഡ്ഫീൽഡിൽ. പക്ഷെ ഇതിനെ കവച്ച് വെക്കാൻ പറ്റുന്ന ഒരു കളിയാവും. അഡ്രിയാൻ ലൂണ ഇല്ല എന്നുണ്ടെങ്കിൽ ആരും നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരിക്കലും കേരള ഒരു ടീമാണ്. ടീം വർക്കാണ് എപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ്. അല്ലാതെ പറയാൻ പറ്റുമോ? നമുക്ക് ഈ അഡ്രിയാൻ ലൂണ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അവിടെ ഒരു പ്ലേസ് ചെയ്യേണ്ട ഒരു പ്ലെയർ വേണ്ടേ? തീർച്ചയായിട്ടും വേണ്ടേ? അവിടെ നമ്മൾ ആ ഒരു പ്ലെയർ ആരാണെന്ന് ഇന്ന് കാണിച്ചു തരും കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് ആരാണെന്ന്. മത്സരശേഷം നമുക്ക് ഇവിടെ വെച്ച് കാണാം. മത്സരശേഷം ഇവിടെ വെച്ച് കാണാം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇല്ല സഡ്ഡറുകളെ ഒരിക്കൽ ഒരുപാട് ആൾക്കാർ എങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള മറുപടിയാണ് ഇന്ന് ഈ എന്താ പറയാ ജവഹർലാൽ സ്റ്റേഡിയത്തില് ഇന്ന് കാണാൻ പോകുന്നത്. എന്റെ പേര് ഹസൻ. മലപ്പുറത്തുള്ള ഹസൻ ഇവിടെ കൃത്യമായിട്ട് വെല്ലുവിളിച്ചിട്ടുണ്ട്. ബ്രോ ഉണ്ടാവണം, അവിടെ ഗാലറിയിൽ ഉണ്ടാവണം ഇത് കാണാൻ. അഡ്രിയാൻ ലൂണ ഇല്ലാത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എങ്ങനെയാണ് കാണാൻ ഇന്ന് തീർച്ചയായിട്ടും ബ്രോ അവിടെ വേണം. ഉറപ്പായിട്ടും ഉണ്ടാവും. ഓക്കെ, ബെസ്റ്റ് വിഷസ്. ഈ ആരാധകരുടെ പ്രതീക്ഷ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരാധകർ വലിയ പ്രതീക്ഷയാണ്. അത് അഡ്രിയാൻ ലൂണ വേണം എന്നൊന്നും ഇല്ല. അവർക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ ടീം ഗെയിം അത് ജയത്തിലെത്തിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ അത് മലപ്പുറത്ത് നിന്നോ കൊച്ചിയിൽ നിന്നോ കോഴിക്കോട് നിന്നോ കാസർഗോഡോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ വിൻഡ്രോസിന്റെ കോവളത്ത് നിന്നുള്ള ആളുകളെ പോലും ഞങ്ങൾ കണ്ടു ഇതിനിടയിൽ. അപ്പോൾ അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ ഇങ്ങനെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് എവിടെ മൈക്ക് തരാം. ഓക്കെ, എവിടെ കണ്ണൂരിന്നാണ്. പാനൂർ. എല്ലാ കളി കാണാൻ ഇല്ല, കേരളത്തിന്റെ കളി കേരള ഫാൻസ് നമ്മൾ ആദ്യമായിട്ടാണ്. നമ്മൾ അത്രക്കും ഇത് എക്സ്പെക്ട് ചെയ്താണ് ഇവിടെ വരുന്നത്. ഓക്കെ, എക്സ്പെക്ടേഷൻ എങ്ങനെയുണ്ട്? നമ്മൾ കണ്ടിട്ട് എല്ലാരും ആവേശകരമാണ്. അടിപൊളിയാണ് ഇവിടുത്തെ. അല്ല ഞാൻ ചോദിക്കട്ടെ, ജേഴ്സി അല്ല കളി എങ്ങനെയുണ്ടെന്ന് പറയാം. കളി കയ്യിലില്ല. മൈക്ക് പിടിക്കണ്ട, ഞാൻ മൈക്ക് പിടിച്ചോളാം. നമ്മൾ കളിച്ചിട്ട് കാര്യമില്ല, അവര് കളിക്കണം. ഉഷാറാകണം. അത് ആര് ഉഷാറാക്കും? ആരാധകർ ഉഷാറാക്കണം. മുംബൈയാണ് എതിരാളി. മാസം കഴിഞ്ഞ വരും. എതിരാളി അറിയില്ല. ഡയാലിസിസ് ചെയ്തിരിക്കും. പഴയ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള ഹോർഗെ പെരേര ഡയസിനെ ഡയാലിസിസ് ചെയ്യാൻ വന്ന കുറച്ച് പേരുണ്ടായിരുന്നു. ഓക്കെ, കേരളം ഒരിക്കും 3 ഗോൾ ജയിക്കും. 3 ഗോൾ. കേരളം ആരെ പൊരിക്കും? മുംബൈനെ. മുംബൈ ഇല്ലാണ്ട് പിന്നെ തകർപ്പന് കളിയായിരിക്കും. തൃശ്ശൂര് എല്ലാ കളിയും കാണാറുണ്ടോ? എല്ലാ കളിയും കേരള ബ്ലാസ്റ്റേഴ്സ്. എന്തായാലും എൽദോ നമുക്ക് തുടരാം. എൽദോയിലേക്ക് എന്തായാലും അല്പസമയത്തിനകം തന്നെ തിരിച്ചെത്തുകയും ചെയ്യാം. ഇപ്പോൾ എന്നോടൊപ്പം മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ മാത്യു വർഗീസ് കൂടി ചേരുന്നുണ്ട്. സ്വാഗതം. ഞങ്ങളിവിടെ എബിൻറോസുമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ മത്സരം ഓർമ്മയുണ്ടല്ലോ, അവസാനത്തെ മത്സരം. അതായത് മുംബൈയുടെ തട്ടകത്തിൽ പോയി അവിടെ വലിയ കയ്യാങ്കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് പിന്നെ വരുന്നത്. അപ്പോൾ നമ്മുടെ തട്ടകത്തിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ആരാധകരൊക്കെ പറയുന്നത് പോലെ വളരെ അഗ്രസീവായി പോകുന്ന രീതിയിലാണ് ആരാധകരൊക്കെ പറയുന്നത്. അതായത് അത്രത്തോളം കാണികളുടെ ഒരു വലിയ സദസ്സ് തന്നെയായിരിക്കും ഇന്ന് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലൊരു കയ്യാങ്കളിയിലേക്കൊക്കെ പോവുമോ? അങ്ങനെ വരാൻ സാധ്യതയില്ല. കാരണം എന്തായാലും നമ്മൾ അവിടെ കിട്ടിയ ആ ഒരു റിവെഞ്ച് ഉണ്ടല്ലോ, അതെന്തായാലും നമ്മൾ ഇവിടെ തിരിച്ചു കൊടുക്കാനുള്ളൊരു മനസ്സ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് ഉണ്ടാവും. എന്നാലും മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാലും ടഫ് മാച്ച് ആയിരിക്കും ഇന്നത്തെ. അപ്പോൾ തന്നെ എങ്ങനെയാണ് മാത്യു വർഗീസ്, അതായത് അവരുടെ പ്രധാനപ്പെട്ട 4 താരങ്ങളില്ല, ഗ്രെഗ് സ്റ്റുവർട്ട് അടക്കമുള്ള പ്രധാനപ്പെട്ട 4 താരങ്ങൾ കളിക്കാനില്ല. കഴിഞ്ഞ മത്സരത്തിൽ മോഹൻ ബഗാനെതിരെ റെഡ് കാർഡ് കണ്ട് ഈ താരങ്ങളൊക്കെ പുറത്താകുന്നു. എങ്കിൽ പോലും തന്നെ അവരുടെ ആദ്യ 11 നമ്മൾ കണ്ടതാണ്. ആദ്യ 11-ൽ അതിനെ കവച്ചു വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള താരങ്ങളുമായാണ് ഇത്തവണ അവർ ബ്ലാസ്റ്റേഴ്സിനെ നേരിടാൻ ഇറങ്ങുന്നത്. അത്രത്തോളം ഈസി ആകും. അവരുടെ സൈഡ് ബെഞ്ചിലിരിക്കുന്ന താരങ്ങൾ തന്നെ വളരെ സ്ട്രോങ് ആണ്. അവർക്ക് അത്രയും പവറുണ്ട്. പറഞ്ഞാൽ
മാറ്റിയിറക്കാൻ ഇഷ്ടംപോലെ നല്ല നല്ല ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് ഉണ്ട്. അത് നമുക്കുണ്ടാകും. നമ്മുടെ ലൂണയില്ല, പക്ഷെ നമ്മുടെ താരങ്ങളെല്ലാം എക്സ്ട്രാ ഓർഡിനറി അല്ല, എന്നാലും അവർക്കും കഴിവുണ്ട്. ആ കഴിവ് ഒന്ന് യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് സുഖമായിട്ട് നല്ല ഒരു സ്കോർ വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായും. എന്തായാലും നമുക്ക് ആ ലൈനപ്പ്, ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പ് ഒരിക്കൽ കൂടി ഒന്ന് നോക്കാമെന്ന് തോന്നുന്നു. അത് കാരണം മാത്യു വർഗീസ് അല്പ സമയം ഒന്ന് ലേറ്റ് ആയിരുന്നു, ട്രാഫിക് ആയിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ്, അതായത് സച്ചിൻ സുരേഷ് തന്നെയാണ് വലകാക്കാനുള്ളത്. ഡിമിട്രിയോസും പെപ്രയും മുന്നേറ്റ നിരത്തിലുണ്ട്. ഒപ്പം തന്നെ ഐമൻ, രാഹുൽ, വിപിൻ മോഹൻ എന്നിവർ മധ്യനിരയിൽ, അതായത് ഇന്ത്യൻ താരങ്ങൾ. നല്ല സ്ട്രോങ് മിഡാണ് നമ്മുടെ, അത് നല്ലൊരു സ്ട്രോങ് പോയിന്റാണ്. നല്ലൊരു ബാക്ക് സൈഡും ഉണ്ട്, കവറിങ്ങും ഉണ്ട്. അറ്റാക്കിങ്ങിൽ കുറച്ച് നമ്മൾ ദിമിത്രി കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആയാൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പെപ്രയുടെ കാര്യം അതുപോലെ തന്നെയാണ്, പെപ്രയ്ക്കും കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാരണമാണ്. പക്ഷെ എന്നാലും ഗ്രാജുവലി ആ ഫോമിലേക്ക് വരുന്നുണ്ട് പെപ്ര. അത് നമുക്കൊരു നല്ല ഗുണം ചെയ്യും. തീർച്ചയായും. എന്തായാലും ശ്രീ എബി ജോസ്, അതായത് നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് പോലെ തന്നെ ആരാധകർ വലിയൊരു ഘടകം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. എല്ലാ മത്സരങ്ങളിലും അവരുടെ ഒരു ആരവം, അതിപ്പം എവേ മാച്ചിലായാൽ പോലും തന്നെ മഞ്ഞക്കടൽ അവിടെയും നമുക്ക് ദൃശ്യമാകാറുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ ഒരുപക്ഷെ ഒരു റെക്കോർഡ് കാണികളുടെ സാന്നിധ്യം ഇന്നുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. നമ്മളിപ്പോഴും കാണുന്നത് പോലെ, മുൻ മത്സരങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ ഈ അവസാന നിമിഷത്തിൽ കാണികൾ ഇത്രയും അധികം ഒഴുകിയെത്തും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ, ഒപ്പം എൽദോ പറയുന്നത് പോലെ തന്നെ ഇപ്പോഴും കാണികൾ ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ളൊരു മാച്ച് പെർഫോമൻസ് ആയിരിക്കും ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുക? എന്തായിരിക്കും ഇവാൻ കരുതി വെച്ചിരിക്കുന്നത്? ഇത് വളരെ സന്തോഷം നൽകുന്നതാണ്. അതായത് കേരളത്തിൻ്റെ ഫുട്ബോൾ എത്രത്തോളം ഉന്നതങ്ങളിലാണെന്ന് തെളിയിക്കുന്നതാണ്. അതായത് നമ്മൾ പ്രത്യേകിച്ചും കളി ജയിക്കുമ്പോൾ കാണുന്ന ഇതേ ആരാധക സപ്പോർട്ട് നമുക്ക് എല്ലാ പ്രാവശ്യവും നിലനിർത്താൻ സാധിക്കുകയാണെങ്കിൽ ഇത് കേരള ഫുട്ബോളിൽ തന്നെ ഒരു വലിയൊരു മാറ്റം ഉണ്ടാവും. ഇപ്പോൾ കേരള ഫുട്ബോൾ അസോസിയേഷൻ ആയിരുന്നാലും അവരൊക്കെ ചെയ്യുന്ന എഫർട്ടിന് പ്രൊഫഷണലിസം ഫുട്ബോളിൽ വളർത്തുക, പ്രൊഫഷണലിസം കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് KFA എടുക്കുന്ന ആ ഒരു എഫർട്ട്, ആ എഫർട്ടിന് ഇത് കൂടുതൽ ഉത്തേജനം നൽകും. കാരണം ഇത്രയും കാണികൾ വരുന്നു. പക്ഷേ അതിലൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം കോച്ചിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് പല താരങ്ങളും ഇന്ത്യയിലേക്ക് വരാൻ മടിക്കുന്നു. അതായത് നിക്കോളസ് അടക്കമുള്ള താരങ്ങളെ ട്രാൻസ്ഫർ വിൻഡോയിലൂടെ ലൂണയ്ക്ക് പകരക്കാരനായി എത്തിക്കാനുള്ളൊരു ശ്രമം ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ അവർ പറഞ്ഞത് ഇന്ത്യയിലേക്ക് വരാൻ ഞങ്ങളില്ല എന്നാണ് പറയുന്നത്. അതിൽ കാരണമാണ് ഇന്ത്യൻ ഫുട്ബോൾ റാങ്കിങ്ങിൽ വളരെ പിന്നിലാണ്. അപ്പോൾ നമുക്കിപ്പോൾ മെച്ചപ്പെട്ട് വരുന്നു. അതുകൊണ്ടാണ് അത്യാവശ്യം വേർപെട്ട താരങ്ങൾ ഇപ്പോൾ വരാൻ തയ്യാറെടുക്കുന്നത്. ഭാവിയിൽ നമ്മൾ പറഞ്ഞ പോലെ സൗദി അറേബ്യയിൽ വന്ന നമ്മുടെ റൊണാൾഡോ അടക്കമുള്ള ആ ഒരു വൻ താരനിര, അതുപോലെ ഫ്യൂച്ചറിൽ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ പോലും വന്നപ്പോഴും ഇത്രയും വലിയൊരു ഇത് വന്നു. അതേപോലെ ഒരു താരം ഇന്ത്യയിൽ വരുമ്പോഴും, കാര്യം ഇന്ത്യയിൽ ഇപ്പോൾ ഈ ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിലോട്ട് വരാൻ പലരും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇത്രയും കാണികൾ മുമ്പിൽ കളിക്കാൻ, ഇത്രയും ഒരു ഫുട്ബോൾ അറ്റ്മോസ്ഫിയറുള്ള ഒരു ക്ലബിൽ കളിക്കാൻ പലരും ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറയാം, അടുത്ത 1-2 വർഷം കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ വളരെ നിലവാരമുള്ള കളിക്കാർ ഇന്ത്യയിലെത്തും. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പേരെടുക്കുന്ന ഇപ്പൊ തന്നെയാണ്. ഈ ഒരു കുറച്ചധികം കാലമായിട്ട്, കുറച്ച് കാലം 3-4 പ്രത്യേകിച്ച് ഫുട്ബോൾ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഫുട്ബോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ എല്ലാവരും വന്ന് വരാൻ കുറച്ച് മടി. റോബർട്ടോ കാർലോസ് അടക്കമുള്ളവർ വന്ന് കളിച്ചിട്ട് പോയിട്ടുള്ള മണ്ണാണ്. അതുകൊണ്ട് ആ റോബർട്ടോ കാർലോസ് മാത്രമല്ല, ഇറ്റാലിയൻ കളിക്കാർ, വേൾഡ് കപ്പ് നേടിയ കളിക്കാർ, നിക്കോളാസ് അനൽക്കാണ്. പക്ഷെ അത് കരിയർ എൻഡായ സമയമാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ റൊണാൾഡോയെ പോലെ ഒരു സ്റ്റാർ വേലുള്ള ഒരു കളിക്കാരൻ ഇന്ത്യൻ ഫുട്ബോളിലും താമസിയാതെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞാൽ ശരിക്കും ഇന്ത്യൻ ഫുട്ബോൾ ലോകം കീഴടക്കുന്ന ഒരു കാലം. അത്രയും നമുക്ക് കാശ് കൊടുക്കാനുള്ള ഒരു സാഹചര്യമാണ്. അല്ല, അത് തെറ്റാണ്. കാരണം സൗദി നമ്മളെ വൻ കോടീശ്വരന്മാരുള്ള രാജ്യത്ത് അങ്ങനെ ഒരു എന്തുകൊണ്ടെങ്കിൽ പോലും തന്നെ, പക്ഷെ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ ക്രിക്കറ്റിൽ എത്ര രൂപ പോലും മുടക്കാൻ തയ്യാറാണ്. കാശില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരിക്കലും കാര്യമുണ്ട്. നമ്മൾ ക്രിക്കറ്റും ഫുട്ബോളായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ക്രിക്കറ്റിൽ ഓരോ ഓവർ കഴിയുമ്പോഴത്തേനും പരസ്യങ്ങൾ വരികയാണ്. അപ്പോൾ ഒരുപാട് കമ്പനീസ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതൊരു പക്ഷെ എനിക്ക് തോന്നുന്നത് കാലാകാലങ്ങളായി ഫുട്ബോളിനെ ഇങ്ങനെ തഴഞ്ഞ് കൂടുതൽ ക്രിക്കറ്റ് തന്നെ കൂടുതൽ അങ്ങനെയല്ല. ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞ ലോകത്ത് ഫുട്ബോൾ ഇല്ലാത്ത രാജ്യങ്ങളില്ല. പക്ഷേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് തന്നെ ഇന്ത്യയാണ്. കാര്യം ഇംഗ്ലണ്ട് പോലും ടൈം പാസിന്, അതായത് ക്രിക്കറ്റ് കണ്ടെത്തി ഇംഗ്ലണ്ട് പോലും ടൈം പാസിന് ക്രിക്കറ്റിനെ ഉപയോഗിക്കുമ്പോൾ നമ്മളതൊരു പാഷനും നമ്മുടെ ലൈഫുമായിട്ട് കൊണ്ട് നടക്കുക. അപ്പം ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ വേൾഡ് കപ്പ് കളിച്ച പല രാജ്യങ്ങളും ഇന്ത്യക്കാരല്ലെങ്കിൽ പാകിസ്ഥാൻ അല്ലെങ്കിൽ ബംഗ്ലാദേശാണ്. അവർക്ക് പോലും അവരുടെ രാജ്യങ്ങളിലുള്ള കളിക്കാരെക്കാൾ ഉപരി കൂടുതലും ആ ഒരു കൾച്ചറാണ് ഇന്ത്യയിൽ.
അപ്പോൾ ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന് എല്ലാ ഭാഗത്തുകൊണ്ട് വളരെ കോമ്പറ്റീറ്റീവാണ്. അവിടെ ഒരു മെഡൽ നേടുക അല്ലെങ്കിൽ ജയിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എല്ലാ രാജ്യത്തിലും നമ്മൾ ഇന്ത്യക്കാരല്ലേ കളിക്കുന്നത്. നമുക്ക് ഇന്ത്യക്കാരെയും കൂടാതെ പറഞ്ഞാൽ ഇന്ത്യക്ക് തന്നെ ഒരു 3 ടീം ഇറക്കിയാലും ആ 3 ടീമും ഫൈനലോ സെമി ഫൈനലോ കളിക്കും. ആ ഒരു നിലവാരം മറ്റുള്ള രാജ്യങ്ങൾ അതൊരു ടൈം പാസോ, പക്ഷെ നമ്മൾ മാത്രമാണ് പാഷനായിട്ടും അതൊരു ബിസിനസ്സായിട്ടും കൊണ്ട് നടക്കുന്നത്. തീർച്ചയായും എന്തായാലും നമുക്ക് ഹെഡ് ടു ഹെഡ് മത്സരങ്ങൾ നോക്കണം. ആകെ മത്സരങ്ങൾ ഇതിനോടകം 19 മത്സരങ്ങളാണ് മുംബൈ സിറ്റി FC-യും ഒപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും നേർക്ക് നേർ വന്നിട്ടുള്ളത്. അതിൽ 9 വീതം വിജയങ്ങൾ രണ്ടുപേർക്കും നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. ക്ഷമിക്കണം, 9 വിജയം മുംബൈ സിറ്റി FC-ക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചിട്ടുള്ളത് 4 മത്സരങ്ങളാണ്. സമനിലയാണ് ഏറ്റവും അതൊരു അത്ഭുതപ്പെടുത്തുന്ന കണക്കാണ്. കാര്യം കേരളത്തിന്റെ ഫുട്ബോൾ കൾച്ചറും മഹാരാഷ്ട്ര അല്ലെങ്കിൽ ബോംബെയുടെ ഫുട്ബോൾ കൾച്ചറും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, പക്ഷെ അതാണ് പറയുന്നത് പ്രൊഫഷണലിസത്തെ വ്യത്യാസം. നമ്മളെക്കാൾ ഏറെ പ്രൊഫഷണലുകളാണ് അവർ പലപ്പോഴും നെക്ലോസ് അടക്കമുള്ള കളികൾ. ഇപ്പോൾ തന്നെ നമ്മൾ പറയുന്നല്ലോ, നമ്മൾ ഇന്ന് പലപ്പോഴും പലരും വിചാരിക്കുന്നത് അവരുടെ 4 മികച്ച കളിക്കാരില്ല, നമുക്ക് ലൂണെ മാത്രമേ ഇതുള്ളൂ, അതുകൊണ്ട് നമുക്കാണ് കൂടുതൽ അഡ്വാൻറ്റേജ് എന്ന് പ്രതീക്ഷിക്കുമ്പോൾ ഞാൻ പറയുന്നത് മുംബൈ വളരെ പ്രൊഫഷണലാണ്, അവർ ഡേഞ്ചറാണ്. മുംബൈ സിറ്റി എന്ന് പറഞ്ഞാൽ ആരുടെ? റിലയൻസിൻ്റെ ആണ്. അവരുടെ ഒരു ലാവിഷായിട്ട് ക്യാഷ് ഉണ്ട്. അത്രയും എമൗണ്ട് നമുക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിലുണ്ടോ, അവരുടെ ഒഫീഷ്യലിലുണ്ടോ എന്ന് ഉടമകളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്കാണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിൻ്റെ അത് പറയുന്നത്. എന്ത് പറഞ്ഞാലും നമ്മൾ നല്ല പ്ലേയേഴ്സിനെ, ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് എമൗണ്ട് വേണമല്ലോ. ഒരു ഫിക്സഡ് എമൗണ്ട് അവർ കൊടുത്താലല്ലേ അവർ വരുള്ളൂ. തീർച്ചയായും എന്തായാലും അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ അഡ്രിയാൻ ലൂണ എന്തായാലും ഏകദേശം പുറത്തായി എന്നുള്ളതാണ്. ഈ സീസണിൽ എന്തായാലും കളിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി ജനുവരി, എനിക്ക് തോന്നുന്നു ജനുവരിയിലെ ട്രാൻസ്ഫർ വിൻഡോയിലായിരിക്കാം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത്. കാരണം ട്രാൻസ്ഫർ വിൻഡോയിൽ നല്ലൊരു മികച്ച താരത്തിനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ 2 റീസണാണ്. ഒന്ന്, ബ്ലാസ്റ്റേഴ്സ് മികച്ചൊരു റിസൾട്ടാണ്. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ ഈ സാമ്പത്തികമായിട്ടുള്ളൊരു സപ്പോർട്ട് അതിന് ലഭിക്കും. ഈ 2 അഡ്വാൻറ്റേജ് വെച്ചുകൊണ്ട് ഒരു മികച്ച കളിക്കാരനെ, ലൂണയ്ക്കും മുകളിൽ നിലവാരമുള്ള ഒരു കളിക്കാരൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും എന്തായാലും നമുക്ക് ആ കീ പ്ലേയേഴ്സിനെ നോക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഡ്രിയാൻ ലൂണയുടെ കാര്യം തന്നെയാണ്. അതായത് അഡ്രിയാൻ ലൂണ കളിച്ച 9 മത്സരങ്ങളിൽ 3 ഗോളും 4 അസിസ്റ്റും നടത്തിയിട്ടുള്ളൂ എന്നുള്ളത് തന്നെയാണ്. അതിൽ 7 ഗോളുകൾക്ക് വഴിവെച്ചിട്ടുണ്ട് അഡ്രിയാൻ ലൂണ. പക്ഷേ ആ താരം ഇല്ലാത്തത് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചല്ലേ. തീർച്ചയായും. പക്ഷേ അതനുസരിച്ച് നമ്മളെ ജൂനിയേഴ്സ് പ്ലേയേഴ്സൊക്കെ നമുക്ക് നല്ല മികവ് കാണിക്കുന്നുണ്ട്. ആ ഒരു മികവ് നമ്മളെ ഫോർവേഡ്സും കൂടെ ഒന്ന് യൂട്ടിലൈസ് ചെയ്താൽ നല്ലൊരു റിസൾട്ട് നമുക്ക് തീർച്ചയായും. അതായത് ദിമിത്രിയോസ് ഡയമന്റോക്കോസ് കൃത്യമായ രീതിയിൽ ആ ഒരു യൂട്ടിലൈസ് ചെയ്താൽ താരത്തിന്റെ കൂടെ നോക്കുമ്പോൾ 8 മത്സരങ്ങൾ കളിച്ചതിൽ 5 ഗോളുകളുണ്ട്, 1 അസിസ്റ്റുമാണ്. ഒരു സ്ട്രൈക്കറെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു നേട്ടം. നല്ലതാണ് നമുക്ക് ഈ പറയുന്നില്ല. കൂടാതെ അദ്ദേഹത്തിന്റെ ആ ഒരു എഫർട്ട്, ഹാർഡ് വർക്ക്, ബോക്സിനകത്തുള്ള അയാളുടെ ചലഞ്ചസ്, അഡ്രിയാൻ ലൂണ അടിക്കുന്ന ഒരു ഗോളിൽ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവന കൂടെ ആണ്. അദ്ദേഹത്തെ സ്കോർ ചെയ്യുന്ന സമയത്ത് ലൂണ വന്നു, അദ്ദേഹം സെൽഫിഷായില്ല, അദ്ദേഹം കൃത്യമായിട്ട് ലൂണ ഫിനിഷ് ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു എന്താ പറയുക വളരെ ഒരു അഡ്വാൻറ്റേജ് നൽകുന്നുണ്ട്. നമ്മുടെ പെപ്പയും ഹാർഡ് വർക്കിംഗ് പ്ലെയറാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദിമിത്രിക്ക് കുറേ ചാൻസസ് കൂടുതൽ കിട്ടാൻ. തീർച്ചയായും ഡെയ്സുക്കെ സഹായി അടുത്ത പ്രധാനപ്പെട്ട പെപ്രയിലേക്ക് തന്നെ പോവുകയാണ്. 10 മത്സരങ്ങളിൽ 1 ഗോൾ മാത്രമാണ് ഇതിനോടകം നേടാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷെ അതന്ന് ക്യാപ്റ്റൻ, അതായത് അന്ന് കോച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എത്ര ടൈം കളിച്ചു എന്നുള്ളത് നമ്മൾ നോക്കണം. നമ്മൾ എത്ര മത്സരം കളിച്ചു എന്നുണ്ടെങ്കിൽ അദ്ദേഹം എത്ര ടൈം കളിച്ചു, അത് എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു. കാരണം 10 മത്സരങ്ങളിലും അദ്ദേഹത്തിനെ കളിക്കാൻ കോച്ച് വിശ്വാസത്തോടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഉള്ള സമയത്ത് എത്രത്തോളം എഫക്റ്റീവ് ആണ്. അല്ലെങ്കിൽ അദ്ദേഹം ഭാവിയിൽ യൂസ്ഫുൾ, അതായത് യങ്സ്റ്ററാണ്, ഭാവിയിൽ ശരിക്കും ഒരു വളരെ ഒരു മുതൽക്കൂട്ടാകുമെന്നുള്ള തീർച്ചയായിട്ടും കണക്കൂട്ടിലൂടെയാണ് ഈ പ്ലെയറെ പ്രൊമോട്ട്. അതായത് ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പെപ്രയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ അത് എങ്ങാണ് അദ്ദേഹത്തിന്റെ പെപ്ര എന്ന് പറഞ്ഞാൽ അവനൊരു ഭയങ്കര ഒരു ഡാഷിംഗ് പ്ലെയർ ആണ്. തീർച്ചയായും എല്ലാ സ്ഥലത്തും ഓടിയെത്തും, ഏത് 2 വിങ്ങിലും മാറി ഓടിയെത്തും, നല്ല സ്പീഡാണ്. ഇത് ഡിഫൻസിന് ഭയങ്കര തലവേദനയാണത്. തീർച്ചയായും എന്തായാലും നമുക്ക് ഡെയ്സുക്കെ സഹായി, അതായത് ലൂണ പോയാൽ അതിന് പകരക്കാരൻ അല്ല എങ്കിൽ പോലും തന്നെ ആ ഒരു മധ്യനിര കൈകാര്യം ചെയ്യാൻ കോച്ച് എടുത്തു വെച്ചിരിക്കുന്ന ഒരു വജ്രായുധം തന്നെയാണ് ഡെയ്സുക്കെ എന്നുള്ളത് തന്നെയാണ്. ഇരു വിങ്ങുകളിൽ അദ്ദേഹത്തിന് യൂസ് ചെയ്യാം. പക്ഷേ ലൂണ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ടിന്റെ എല്ലാ മേഖലകളിലും യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കളി. ഡിഫറെന്റ് അതാണ്. അതുപോലെ ഇദ്ദേഹം ക്രിയേറ്റീവ് പ്ലെയർ അല്ല, ഇദ്ദേഹം ഒരു വിങ് സൈഡ് വഴി അറ്റാക്കിംഗ് പ്ലെയറാണ്. ലൂണ ഒരിക്കലും ലൂണയായിട്ട് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. കാരണം ലൂണ എല്ലാ വിങ്ങുകളിലും കളിക്കുന്നതിനൊപ്പം ടീമിനെ ക്രിയേറ്റീവായിട്ടുള്ളൊരു മിഡ്ഫീൽഡ്. അപ്പോൾ ഇദ്ദേഹത്തിനൊരു എന്താ പറയുക, നമ്മളൊരു ഏഷ്യൻ കോട്ട വഴി ഉള്ള ഒരു ഏറ്റവും മികച്ചൊരു കളിക്കാരൻ, അതായത് ഒരു മുന്നേറ്റ താരം കൂടിയാണ്. തീർച്ചയായും മറ്റൊന്ന് ഡാനിഷ് ഫറൂഖ് ആണ്. ഡാനിഷ് ഫറൂഖ് ആദ്യങ്ങളിലേക്ക് ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇന്നത്തെ മത്സരത്തിൽ ഡാനിഷ് ഫറൂഖിന്റെ പെർഫോമൻസ് ഏറ്റവും നിർണായകമായിരിക്കും. കാരണം മിഡ്ഫീൽഡിൽ ഐമൻ, രാഹുൽ KP,
പിന്നെ വിപിൻ മോഹനാണ്. അപ്പോൾ ഇതിൽ എക്സ്പീരിയൻസ് പ്ലെയർ എന്ന് പറയുന്നത് ആകപ്പാടെ ഉള്ളത് ഡാനിഷ് ഫറൂഖാണ്. ഫിസിക്ക് കൊണ്ടും അതായത് ജിക്സൺ സിംഗ് ഇല്ലാത്തതിൻ്റെ ഒരു അഭാവം ഒരുവിധമെങ്കിലും നികത്തുന്നത് അതുകൊണ്ടാണ്. പക്ഷേ രാഹുൽ KP ഓക്കെ എക്സ്പീരിയൻസ് ആണ്, പക്ഷേ അയാൾ വിങ്ങറാണ്. ഈ ഒരു മേഖലയിൽ ഡാനിഷ് ഫറൂഖ് ഇന്ന് പരാജയമാവുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന് ഭയങ്കര തിരിച്ചടിയായിരിക്കും. ഡാനിഷ് ആയിരിക്കും ഇന്നത്തെ ഏറ്റവും നല്ല പ്ലേ മേക്കർ ആവേണ്ടത് എന്നുള്ളത് തന്നെയാണ്. 9 മത്സരം കളിച്ചിട്ടുണ്ട്, 2 ഗോളാണ് താരം നേടിയിട്ടുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇനി നമുക്ക് മുംബൈ നിരയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. മുംബൈ സിറ്റി FCയിൽ ചാങ്തെ ഇന്ത്യൻ താരം കൂടിയാണ്. ചാങ്തെയുടെ മത്സരത്തെക്കുറിച്ച് ഞാൻ പറയേണ്ടതായിട്ട് തന്നെ ഇല്ല. ഇതിനകം തന്നെ 9 മത്സരങ്ങളിൽ 1 ഗോൾ മാത്രമാണ് നേടാൻ സാധിച്ചെങ്കിൽ പോലും തന്നെ 2 അസിസ്റ്റ് നടത്തിയിട്ടുണ്ട്. മികച്ച പ്രകടനം ഈ ഉടനീളം മത്സരങ്ങളിൽ മുംബൈക്കായി കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് മുംബൈയിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. വിങ്ങുകളിലൂടെ അദ്ദേഹത്തിന്റെ ആക്രമണം, അദ്ദേഹം ശരിക്കും ഒരു പ്ലേ മേക്കറാണ്. വിങ്ങുകളിലൂടെയുള്ള ഒരു പ്ലേ മേക്കറാണ്. കൂടുതൽ ഗോൾ സ്കോർ ചെയ്യാനുള്ള, അസിസ്റ്റ് ചെയ്യാനുള്ള പാകത്തിലും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ക്രോസുകളും വഴി എതിർ ടീമിനെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. അദ്ദേഹം ആ ഒരു ഫോമിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് മുംബൈ സിറ്റി താരങ്ങളെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ വിദേശ, ഇപ്പോൾ അൽ ഹിലാലുമായിട്ടുള്ള മത്സരങ്ങളൊക്കെ കളിക്കാൻ കൂടുതൽ വിദേശ താരങ്ങളുമായിട്ട് നേർക്കുനേർ കളിക്കാനുള്ള ഒരു അവസരം മുംബൈ സിറ്റി FC താരങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അത് ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കും. പിന്നെ തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ആ എത്ര മാച്ച് ഫോറിൻ ടീമുമായിട്ട് കളിക്കുന്നോ അത്രയും എക്സ്പീരിയൻസ് കൂടുകയാണ്. അതനുസരിച്ച് അത് നമുക്ക് ഇന്ത്യയിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ ഈ അടുത്ത ആള് പെരേര ഡയസ് ആണ്. ആ ആരാധകൻ പറഞ്ഞ പോലെ തന്നെ ഡയസിനെ ഡയാലിസിസ് ചെയ്യുമെന്നാണ് ആരാധകർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആകുമോ എന്ന്? അതായത് അവർക്കും ചില കണക്കൂട്ടലുണ്ടല്ലോ. കാര്യം ചില കളിക്കാരൊക്കെ ഇവിടുന്ന് പോയ കളിക്കാരുടെ വൈകാരികമായിട്ട് പല അഭിപ്രായങ്ങളും നമ്മൾ കണ്ടാണ്. നെഗറ്റീവായിട്ട് നമ്മൾ പറയുന്നില്ല. പക്ഷെ അതൊരു പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് അദ്ദേഹം ഒരുപാട് സ്കോർ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിനും ഒരു കമന്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവർക്കും ആ ഒരു സ്പിരിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇവിടെ പിന്നെ അവർക്ക് പിന്നെ വേറൊരു കാര്യം, അവർ കേരളത്തിലെ കാണികളെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കാണികളെ അവർ റെസ്പെക്ട് ചെയ്യും. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനോ അല്ലെങ്കിൽ ടീമിനെതിരായിട്ടുള്ള ആ ഒരു വാശി കാണിക്കുക തന്നെ ചെയ്യും. അദ്ദേഹം നല്ലൊരു സ്ട്രൈക്കറാണ്. വളരെ കാണികളെ എന്തായാലും അവർ ബഹുമാനിക്കും. തീർച്ചയായും. എന്തായാലും ഇനിയുള്ളത് ആ റെഡ് കാർഡ് കിട്ടിയ താരങ്ങളാണ് ഇനിയുള്ളത്. ആകാശ് മിശ്രയുണ്ട്, ഒപ്പം തന്നെ ഗ്രെഗ് സ്റ്റുവർട്ട് ഉണ്ട്, കൂടാതെ വിക്രം പ്രതാപ് സിംഗ് ഉണ്ട്. അതിനു പുറമെ രാഹുൽ ബേക്കെ അവരുടെ ക്യാപ്റ്റൻ കൂടിയാണ്. രാഹുൽ ബേക്കെ എനിക്ക് തോന്നുന്നു കൃത്യമായ ഒരു മത്സരങ്ങളിൽ അയാൾക്ക് തന്ത്രം വരാൻ സാധിച്ചുണ്ട് എങ്കിൽ പോലും തന്നെ കൃത്യമായ രീതിയിലൊരു ഗോൾ മികവിലേക്ക് വരാനോ അല്ലെങ്കിൽ കൂടുതൽ പാസ് നൽകുന്നതിനോ രീതിയിലേക്കോ താരത്തിന് അത്ര രീതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല എന്ന് എൻ്റെ ഒരു വിലയിരുത്തൽ. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഇവർക്ക് ആപ്പടെ ബാധിക്കുന്ന ആകാശ് മിശ്രയുടെ അഭാവമാണ്. കാര്യം ഇന്ന് ഇന്ത്യയിലുള്ള ഏറ്റവും മികച്ച ലെഫ്റ്റ് ബാക്ക് എന്ന് പറയുന്നത് ആകാശ് മിശ്ര തന്നെയാണ്. തീർച്ചയായും രാഹുൽ ബേക്കയുടെ അഭാവം ഈസിയായിട്ട് അവർ നികത്തും. കാര്യം അദ്ദേഹത്തെ എക്സ്പീരിയൻസ് പ്ലെയർ ആണ്. ചില നിർണായക സമയങ്ങളിൽ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് ടീമിന്. പക്ഷേ ആകാശ് മിശ്രയുടെ അഭാവം നികത്താൻ സാധിക്കില്ല. പക്ഷേ ഗ്രെഗ് സ്റ്റുവർട്ടിന്റെ അഭാവം വാനീഫ് ഈസിയായിട്ട് നികത്തും. തീർച്ചയായും. എന്തായാലും നമുക്ക് അതിനു മുമ്പ് തന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഇന്നത്തെ മത്സരത്തിൽ ഒരു പ്രഡിക്ഷൻ എന്ന് പറയാമോ? എനിക്ക് തോന്നുന്നു ഇന്നത്തെ മാച്ച് മിക്കവാറും ഡ്രോ ആകാനാണ് സാധ്യത. ഡ്രോ ആകാൻ, അല്ലെങ്കിൽ 1-0 ജയിക്കാൻ. ഒരു പ്ലെയർ അല്ലെങ്കിൽ ഒരു പ്ലേയിങ് കരിയർ അല്ലെങ്കിൽ ഒരു കളിക്കാരൻ എന്ന നിലയിൽ ബ്ലാസ്റ്റേഴ്സിനോട് ഇഷ്ടം തോന്നുന്നെങ്കിലും ഒരു കോച്ചിന്റെ വശത്ത് നിന്ന് നോക്കുമ്പോൾ വളരെ പ്രൊഫഷണലായ മുംബൈ സിറ്റി തന്നെയാണ് അവരുടെ കളി മികവില് സാധ്യത. പക്ഷേ കാണികളുടെ സപ്പോർട്ട് കൂടി ബ്ലാസ്റ്റേഴ്സ് ജയിക്കും എന്നുള്ളൊരു ഇതാണ്. തീർച്ചയായും. ഗതാഗതമാണ് എന്ന് കരുതുക, എന്താണ് പ്രധാന വെല്ലുവിളി? അല്ല, ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിയിൽ നിന്ന് അതിനെ എങ്ങനെയെങ്കിലും കരകയറ്റിക്കൊണ്ടാണുള്ള അശ്രാന്തമായ പരിശ്രമം നടത്തും, വളരെ സിൻസിയറായി. പിന്നെ എല്ലാ ദുർച്ചെലവുകളും ഒഴിവാക്കണം. പിന്നെ അനാവശ്യമായ ഓട്ടങ്ങൾ, ചെലവ് കുറയ്ക്കുക എന്നുള്ളതാണ്. അത് ചെലവ് കുറച്ചിട്ട് വരവ് കൂട്ടുക. അങ്ങനെ ഇപ്പോൾ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുകയാണ്. ചങ്കും കരളും പറിച്ചെടുത്താലും ചങ്കൂറ്റത്തെ കടമുഴക്കാൻ കഴിയില്ല എന്ന മുദ്രാവാക്യവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും കൊച്ചിയിൽ ഹോം മത്സരത്തിന് ഇറങ്ങുകയാണ്. കൊച്ചിയിൽ ഈ സീസണിലെ ഹോം മത്സരങ്ങളിൽ അൺബീറ്റണായി നിൽക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ പക്ഷേ ഈ സീസണിൽ ഇതേവരെ ഒരു മത്സരവും ലീഗിൽ തോൽക്കാതെ മുന്നേറുന്ന മറ്റൊരു അൺബീറ്റൺ ടീം